ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൈകുന്നേരമായി, 3 മണി 3 പോവുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയ മകൻ സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവന് മീനൊക്കെ ഉണ്ടെങ്കിലാണ് അവൻ സ്കൂൾ വിട്ട് നേരത്തിൽ സ്കൂൾ വിട്ട് വരും. 2:30 മണിക്കൊക്കെ സ്കൂൾ വിട്ടാൽ 3 മണി 3:30 മണിക്കൊക്കെ വീട്ടിലേക്ക് വരും. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചോറിന് മീൻ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, ഇത് വേറെ കോയമ്പത്തൂരാണ് സ്ഥലം. അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ദിവസം മീനൊന്നും കിട്ടില്ല. അപ്പം ഇന്ന് മീനൊന്നും ഇല്ല, ഇന്ന് ചീര ഉപ്പേരിയൊക്കെയാണ്. അപ്പോൾ അവനൊന്നും ചോറ് വേണ്ട. പിന്നെ അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റും കുറച്ച് ഡള്ളായിട്ടുള്ള ക്ലൈമറ്റാണ്, മഴ വരണ മാതിരി ക്ലൈമറ്റാണ്, തണുപ്പും. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു, ശരി മമ്മി എനിക്ക് നല്ലൊരു ചായ, മമ്മി സാധാരണ ഉണ്ടാക്കണ ചായയിൽ സ്പെഷ്യലായിട്ടൊരു ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവന് വേണ്ടിയിട്ട് ചായ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരണ വരയ്ക്കും കുറച്ച് വെയിറ്റ് ചെയ്യും. ഇത് വെള്ളം തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് ഇടാൻ പോണത് എന്താണെന്ന് വെച്ചാൽ 2 കഷ്ണം പട്ട. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ഈ പട്ടയാണ് അതിൻ്റെ രഹസ്യം കേട്ടോ. ഈ പട്ട ഇതിലിട്ടിടുകയാണ് ഞാൻ. നല്ല തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, കാണുന്നില്ലേ, ഇതാ ചതച്ച് വെച്ചിരിക്കുകയാണ് ഇഞ്ചി. ഒരു ചെറിയ അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണമുണ്ട്, കുറച്ച് അധികം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ക്ലൈമറ്റും ഇങ്ങനെയല്ലേ, അതുകൊണ്ട് ഇഞ്ചി ആദ്യം. അപ്പം ഇനിയിപ്പോൾ ഇഞ്ചി ചേർക്കുകയാണ് ഞാൻ. ചതച്ച് വെച്ച് ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ടീത്തൂൾ ചേർക്കുകയാണ്. ചായപ്പൊടി ചേർക്കണം, 2-2.5 സ്പൂണ് ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വേവണം. കാരണം പട്ടയും ഒന്ന് വെന്ത് ഇഞ്ചി ഒന്ന് വെന്ത് ടീത്തൂളൊന്ന് വെന്ത് വരുമ്പോൾ തീ നല്ല സ്ട്രോങ് ആവും, നന്നായിട്ടുണ്ടാവും, കുടിക്കാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ ഈ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് പാലൊഴിക്കുകയാണ്. മതി. ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കുറച്ചൊന്ന് സ്ലോ ചെയ്തിട്ട് വയ്ക്കും. കാരണം നമ്മൾ ആ പാല് വേവിച്ചിട്ടില്ലല്ലോ, പാലൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്ലോ ചെയ്ത് വെക്കുന്നത്. ഞാൻ നന്നായിട്ടൊന്ന് പാലൊന്ന് വേവട്ടും. പാല് വേവണ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ ആ ചായപ്പൊടിയൊക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റാവും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പൊന്തണതും കുറച്ച് കമ്മിയാവും. കാരണം അപ്പോൾ സ്ലോ ആയിട്ട് ഇങ്ങനെ തിളയ്ക്കും, സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ. അപ്പോൾ അത് കടന്ന പാലൊന്ന് തിളച്ചൊന്ന് വേവട്ടെ. ഇതിലേക്ക് നമുക്ക് ഇനി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഏലക്കൊക്കെ ചതച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കെന്തോ ഞങ്ങൾക്ക് ആർക്കും ആ ഏലക്കയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമാവണില്ല. കാരണം മധുരവും ഏലക്കയുടെ ഫ്ലേവർ കൂടി വരുമ്പോഴേക്ക് ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുകയാണ്. പക്ഷേ ഈ ഏലക്ക ഒരു കഷ്ണം ഇടുമ്പോൾ അങ്ങനെ ഏലക്ക ഇഞ്ചിയും ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ നിങ്ങൾ. നല്ല ടേസ്റ്റാണ് ചായ. ഇപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ അധികം പഞ്ചസാര ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഞങ്ങൾ അധികം ഉപയോഗിക്കുന്നത് കരിമ്പ് ശർക്കരയാണ്. ഇതാണ് ഞങ്ങൾ ചായക്ക് ഉപയോഗിക്കാറുള്ളത്. ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. നന്നായി തിളച്ചിട്ടുണ്ട്, പാല് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1 2 ഇപ്പോൾ കരിമ്പ് ശർക്കര ഇതിൽ ഞാൻ ചേർത്തിരിക്കുകയാണ്. ഞങ്ങളധികം കരിമ്പ് ശർക്കരയാണ് ഉപയോഗിക്കാറില്ല, പഞ്ചസാര ഉപയോഗിക്കാറില്ല. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത്ര തന്നെ ഉള്ളൂ. ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഇറക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ തീ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ ചായ. ഒരു ഗ്ലാസ് കുറച്ച് കുടിച്ചാൽ നന്നായിട്ടുണ്ടാവും. ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇത് ചായ ഞാൻ ഇപ്പം ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. കുടിക്കാൻ വൈകിട്ട് ഇരിക്കുകയാണ് അവൻ. ചായ
സൂപ്പർ ടീയാണ്. മേരി ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് വൈകുന്നേരം ഇത് മതി. ഇപ്പം വൈകുന്നേരത്തെ ചായക്ക്. അവൻ ചായ കുടിക്കുകയാണ്. കുഞ്ഞാ ചായ എങ്ങനെ ഉണ്ടോ കുഞ്ഞാ? നന്നായിട്ടുണ്ടോ? സൂപ്പറായിട്ടുണ്ടോ? ഓ താങ്ക് യു. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ അവൻ ക്ലൈമറ്റിന് അവൻ ഇത് മതി എന്നാണ് പറഞ്ഞത്. ശരി, ഉണ്ടാക്കി കൊടുത്തു. സൂപ്പറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കെല്ലാം ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കുറച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.